മാത്രമായിട്ട് ഞാൻ കാണും. നിങ്ങളെ കാണുമ്പോൾ ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു. തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത് ഞാനായിട്ടല്ല, നിങ്ങളെ കാണുന്ന ഞാൻ. അതുകൊണ്ട് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട്, അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണും. നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഒന്നിച്ചു ക്ലാസ് എടുക്കുക എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുക അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. ഇവർക്ക് മനസ്സിലാകാതെ പഠിപ്പിക്കുന്നതിൽ എന്ത് പ്രയോജനം? നിങ്ങളുണ്ട്, അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണില്ല, നിങ്ങളെ കാണുമ്പോൾ. ഓരോരുത്തരുടെയും പഠനശൈലി മനസ്സിലാക്കി പഠിപ്പിക്കുമ്പോഴല്ലേ അതിന് ശരിയായ അർത്ഥം വരുന്നത്.